മുസ്ലിം ലീഗ് MLA ആയ ഫാത്തിമ തെഹ്ലിയ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അനിലിൻ്റെ ഒരു സംസാരം കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തെ കേട്ട അതല്ലെങ്കിൽ സമാനമായി ചിന്തിക്കുന്ന ആളുകൾക്കും ആ വിഷയത്തിലെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി തരുവാനും അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എത്രമാത്രം ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ഈ ഒരു സംസാരം ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഇന്നത്തെ ടു ദി പോയിൻറ്റിൻ്റെ പുതിയ എപ്പിസോഡിൽ ഈ വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് ഒരു ഹൈന്ദവ ആചാരമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥങ്ങളും അവരുടെ സംസാരങ്ങളും പരിശോധിച്ചാൽ പൂർണ്ണമായും ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ഹൈന്ദവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് ആ വിളക്ക് കത്തിക്കുന്നത് അത് ഒരു തിരിയിട്ടാൽ എന്താണ്, രണ്ട് തിരിയാണെങ്കിൽ എന്താണ്, അങ്ങനെ തിരികൾ കൂടുന്നതിനനുസരിച്ച് എന്തൊക്കെയാണ് എന്നൊക്കെ അവിടെ പറയുന്നത് കാണാം. തെക്കോട്ട് കത്തിച്ചാൽ എന്താണ്, വടക്കോട്ട് കത്തിച്ചാൽ എന്താണ്, അതും നമുക്കതിൽ കാണാൻ സാധിക്കും. അതിൽ ഉപയോഗിക്കുന്ന എണ്ണയുടെ കാര്യത്തിൽ പോലും വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളുണ്ട്. മാത്രമല്ല ലക്ഷ്മി ദേവിയുടെയോ അതേപോലെയുള്ള ദേവികളുടെ സാന്നിധ്യത്തെ അത് അറിയിക്കുന്നു എന്ന നിലക്കുള്ള എഴുത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അഗ്നി ആരാധനയുടെ ഭാഗമായ ബഹുദൈവാരാധനയുടെ ഭാഗമായ ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിളക്ക് കൊളുത്തുക എന്നുള്ളത് എന്ന കാര്യത്തിൽ തർക്കം വേണ്ടതില്ല. നമുക്കറിയാം CH മുഹമ്മദ് കോയ റഹിമഹുല്ലാ, അദ്ദേഹം ലീഗിൻ്റെ എത്രമാത്രം സുപ്രധാനപ്പെട്ട നേതാവായിരുന്നു, ഏതൊക്കെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്. ഉപ്പോളം വരികയില്ലല്ലോ ഉപ്പിലിട്ടത്. CH മുഹമ്മദ് കോയ സാഹിബ് ഇതേപോലെ 1950കളിലും 60കളിലുമൊക്കെ ഉദ്ഘാടന ചടങ്ങുകളിൽ വിളക്ക് കൊളുത്തൽ വ്യാപകമായൊരു സന്ദർഭത്തിൽ അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്നു. അത് ആ കാലഘട്ടത്തിലെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, നിയമസഭാ രേഖകളിൽ വരെ വന്നിട്ടുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളുമൊക്കെ അദ്ദേഹം മാറി നിന്നു. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിക വിശ്വാസവുമായി ഇത് യോജിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്നു. അതേപോലെ തന്നെ ഈ അഹമ്മദ് സാഹിബ് ലീഗിൽ എത്രമാത്രം പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവരൊക്കെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമികമല്ല എന്നും ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ അവരൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. മാത്രമല്ല അക്കാലഘട്ടത്തിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ വാദമുണ്ടായിരുന്നു. പൊതു ഇടങ്ങളിൽ, പൊതുവേദികളിൽ, സർക്കാരിൻ്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊന്നും തന്നെ അല്ലെങ്കിൽ പൊതുവേദികളിലൊന്നും തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആചാരങ്ങൾ കൊണ്ടുവരരുത്. അതിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത് നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതും നിയമസഭാ രേഖകളിലും അക്കാലഘട്ടത്തിലെ പത്രങ്ങളിലും EMSൻ്റെ പുസ്തകങ്ങളിലുമൊക്കെ അദ്ദേഹം അത് ശക്തമായി വാദിച്ചു. അപ്പോൾ അദ്ദേഹം മറ്റൊരു കോണിലൂടെയാണ് അത് നോക്കിക്കണ്ടതെങ്കിൽ മുസ്ലിമീങ്ങളായ ആളുകൾ അതിനെ വിശ്വാസത്തിൻ്റെ ഭാഗമായി എടുക്കുകയും അവരുടെ വിശ്വാസത്തിന് അത് എതിരാണ് എന്നുള്ള നിലക്ക് അത് ഹൈന്ദവ ആചാരവുമായി ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള നിലക്കാണ് അവർ അതിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. അപ്പോൾ അനിൽ മുഹമ്മദ് ചോദിക്കുന്നത്, നമുക്ക് അനിൽ മുഹമ്മദിൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കാം. അനിൽ മുഹമ്മദ് പറയുന്നത്, ഹൃദയത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ ചെയ്താൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമൊന്നുമല്ല എന്ന് മാത്രമല്ല, പൊതുവേ അദ്ദേഹം മതകാര്യങ്ങൾ പറയുന്നിടത്തൊക്കെ പറയുന്ന തെളിവാണ് ഇവിടെയും ഉദ്ധരിച്ചതെന്ത്, അദ്ദേഹം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അദ്ദേഹം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അതാണ് എൻ്റെ നിലപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം നിലപാട് പറയുക എന്നല്ലാതെ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ടൊന്നുമല്ല അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് അനിൽ മുഹമ്മദിൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കാം. ശേഷം അതിനുള്ള മറുപടി നമുക്ക് പറയാം. നമ്മുടെ ഫാത്തിമ തെഹ്ലിയ ഒരു MLA ആണ്, പേരാമ്പ്രയിൽ നിന്നുള്ള MLA ആണ്. അവരൊരു ഉദ്ഘാടന ചടങ്ങിൽ ഒരു വിളക്ക് കൊളുത്തുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ എനിക്കിങ്ങനെ അത് അയച്ചു തരുന്നുണ്ട്. എന്തർത്ഥത്തിലാണ് അയച്ചു തരുന്നതെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ വിളക്ക് കൊളുത്താറുള്ള ഒരാളാണ്. അത് അയച്ചു തരുന്നത് അതിനെ എന്താ പറയുന്നത്, ഡിഫെൻഡ് ചെയ്യാനാണോ അതല്ല അതിനെ എതിർക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ അനിൽ മുഹമ്മദ് തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാൻ വിളക്ക് കൊളുത്തുന്ന ആളാണ്, പിന്നെ എന്തിനാണ് ഇത് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഒരു പക്ഷേ അയച്ചു കൊടുത്ത ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവുക
ഇദ്ദേഹം മതമൊക്കെ പറയുന്ന ആളല്ലേ, ഇതുപോലെ ഒരു തെറ്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്നുള്ള നിലക്കായിരിക്കാം അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. എന്തായിരുന്നാലും അദ്ദേഹം തന്നെ അത്ഭുതപ്പെടുന്നു. അദ്ദേഹം പറയുന്നത് ഞാനിതൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നാണ്. ശരി, ഇനി തുടർന്ന് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ്. കേൾക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബോധ്യം ഞാൻ പറയാം. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിലും നമ്മുടെ ഹൃദയം കൊണ്ടൊരു വസ്തുവിനെ നമുക്ക് ഉപകാരമോ ഉപദ്രവമായി കാണുന്ന ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളിനെ ഒരു സ്നേഹാദരങ്ങളോടെ കാണുന്ന ഒരാളിനെ തൊഴുതുന്നു. നമ്മൾ കണ്ടപ്പോൾ നമസ്തേ എന്ന് തൊഴുതു. അത് അയാളോടുള്ള ബഹുമാനവും ആദരവും കൊണ്ടാണ്. എന്നാൽ ആ സ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് മുന്നിൽ പോയി ഭക്തിയാദരപൂർവ്വം നമ്മളിങ്ങനെ തൊഴുകയാണെങ്കിൽ അത് വിശ്വാസത്തിന് എതിരായി വരും. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ അതിനോടുള്ള ഭക്തി, അതാണ് പരിഹാരം തരുന്നത് എന്നുള്ള വിശ്വാസം, അതിൽ വിശ്വസിക്കുന്നവർക്ക് ഉചിതമാകും. പക്ഷേ അതിൽ വിശ്വസിക്കാത്തവർക്ക് അത് ഉചിതമായൊരു കാര്യമല്ല, അത് വിശ്വാസത്തിന് പുറത്താണ്. എന്നാൽ അങ്ങനെ ഒരു വിശ്വാസമില്ലാതെ ഒരു സംഗതിയെ തൊഴുതു, അല്ലെങ്കിൽ ഒരാളിനെ ഇങ്ങനെ തൊഴുതു, ആ തൊഴുതോടുകൂടി അയാൾ ഇസ്ലാമിന് പുറത്തുപോയി, അല്ലെങ്കിൽ അയാൾ അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ അനിൽ മുഹമ്മദിൻ്റെ വാദം കേട്ടല്ലോ. ഹൃദയത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഇതേപോലെയുള്ള ബഹുദൈവാരാധനാ സമ്പ്രദായങ്ങളോട് ബാഹ്യമായി സാദൃശ്യം പുലർത്തുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ മനസ്സിൽ വിശ്വാസമില്ലെങ്കിൽ അത് കുഴപ്പമില്ല, അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമൊന്നുമല്ല ആ വ്യക്തി ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇവിടെ അനിൽ മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അഥവാ ഹൃദയത്തിൽ അങ്ങനെയൊന്നും വിശ്വാസമില്ലാതെ ഒരാൾ കേവലം ബാഹ്യമായ നിലക്കാണ് ചെയ്തതെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, അത് ശരിയാണ്. പക്ഷേ എന്ന് കരുതി അത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാവുകയില്ല. കാരണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇസ്ലാമിൽ ഹറാമായിട്ടുള്ളത്. ഉദാഹരണത്തിന്, ഒരാൾ കള്ളു കുടിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് കരുതി കള്ളു കുടിക്കാം എന്നാണോ? വ്യഭിചരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് കരുതി വ്യഭിചാരം അനുവദനീയമാണ് എന്നാരെങ്കിലും പറയുമോ? അപ്പോൾ ഇവിടെ അനിൽ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഇവരൊക്കെ അവരുടെ സംസാരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല, ഇങ്ങനെ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് ഔട്ടാവൂല. സഹോദരങ്ങളെ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇസ്ലാമിൽ നിഷിദ്ധമായിട്ടുള്ളത്, അതല്ലാത്ത കാര്യങ്ങളും ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ടതാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിലും അത് അനുവദനീയമാണെന്ന് കരുതരുത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അനിൽ മുഹമ്മദിൽ നിന്ന് ദീന് പഠിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് അത് ചെയ്യരുത്. അനിൽ മുഹമ്മദിനോടും എനിക്ക് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നിങ്ങളും ആ നിലക്ക് ജനങ്ങൾക്ക് ദീനീപരമായ കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ പഠിച്ചതിന് ശേഷം പറയാം. അത് കാരണം മതം പറയുക എന്നുള്ളത് ആരുടെയും കുത്തകയൊന്നുമല്ല. പഠിച്ച് മനസ്സിലാക്കി പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടി ആർക്കും പറയാം. എന്നാൽ അങ്ങനെയല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, ഇതാണ് എൻ്റെ ബോധ്യം, അല്ലെങ്കിൽ ഇതെന്താണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന വാക്കുകളെ നമ്മൾ ഒരിക്കലും പ്രമാണമാക്കരുത്. അതുകൊണ്ട് ഇതേപോലെയുള്ള വിഷയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തെറ്റാണ് എന്ന് അദ്ദേഹവും സമൂഹവും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ചില കാര്യങ്ങൾ ഈ വിഷയം മനസ്സിലാക്കി തരാൻ വേണ്ടി അനിൽ മുഹമ്മദ് അടക്കമുള്ള ആളുകൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, ഈ വിളക്ക് കൊളുത്തുക എന്നുള്ളത്, തിരി കൊളുത്തുക എന്നുള്ളതൊക്കെ അഗ്നി ആരാധനയുടെയും ബഹുദൈവാരാധനയുടെയും ഭാഗമാണ്. ഇല്ല എങ്കിൽ പട്ടാപ്പകൽ നല്ല സൂര്യൻ കത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ വിളക്ക് കത്തിക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. ഇനി രാത്രിയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം ലൈറ്റുകളുണ്ട്, ഈ ലൈറ്റുകളൊക്കെ ഉണ്ടായിരിക്കെ വെളിച്ചത്തിന് വേണ്ടിയാണ് വിളക്ക് കത്തിക്കുന്നത് എന്ന് ആരും പറയുകയില്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിളക്ക് കൊളുത്തുന്നതിൽ അവർക്ക് അവരുടേതായ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം ബഹുദൈവാരാധനാ സമ്പ്രദായങ്ങളോട് ഹൃദയത്തിൽ വിശ്വാസമില്ലെങ്കിൽ പോലും ബാഹ്യമായി സാദൃശ്യം പുലർത്തരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അനിൽ മുഹമ്മദ് സാഹിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ പഠിക്കുക, മറ്റൊരു സമൂഹത്തോട് ആരെങ്കിലും സാദൃശ്യം വെച്ചു പുലർത്തിയാൽ അഥവാ ബാഹ്യമായി അവർ അവരിൽപ്പെട്ടവനായി എന്നാണ്. കാരണം ബാഹ്യമായി അയാൾ ചെയ്യുന്നതും മറ്റുള്ളവർ ചെയ്യുന്നതും ഒരുപോലെയായി. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ സാദൃശ്യം പുലർത്തൽ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അനിൽ മുഹമ്മദ്, താങ്കൾ പറഞ്ഞല്ലോ ഹൃദയത്തിൽ വിശ്വാസമില്ലെങ്കിൽ പ്രശ്നമില്ല എന്ന്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഞാൻ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു,
അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ ഒരു കാര്യം നടക്കുമെന്നുള്ള നിലക്ക് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയോ എന്നാണ്. അവിടെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന് സമനാക്കിയിട്ടില്ല. നിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തുല്യൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? കാരണം അദ്ദേഹം സ്വഹാബിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പോലെ ഒരു ഇലാഹാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടേയില്ല. മറിച്ച് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയേണ്ട ഒരു കാര്യം വാക്കിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലും പാടില്ല എന്നാണ്. കാരണം അത് വാക്കിൽ വരുന്ന, പ്രകടനത്തിൽ വരുന്ന ഷിർക്കിൻ്റെ രൂപമാണ്. അത് ചെറിയ ഷിർക്കാണ്, ചെറിയ ബഹുദൈവാരാധനയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക ലോകത്തിലെ മുഴുവൻ പണ്ഡിതന്മാർക്കും ആ വിഷയത്തിൽ ഏക അഭിപ്രായമാണുള്ളത്. കാരണം ഈ ബഹുദൈവാരാധന എന്നുള്ളത് വിശ്വാസത്തിൽ മാത്രമല്ല, വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ പ്രവർത്തനങ്ങളിൽ സാദൃശ്യപ്പെടുന്ന കാര്യങ്ങൾ വരാം. അതേപോലെ തന്നെ വാക്കുകളിൽ സാദൃശ്യപ്പെടുന്ന കാര്യങ്ങൾ വരാം. അതുപോലും പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ബറക്കത്തെടുക്കാൻ വേണ്ടി ഒരു മരം നിശ്ചയിച്ച് തരണമെന്ന് പുതുതായി ഇസ്ലാമിലേക്ക് വന്ന, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമീങ്ങളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങൾ ഇലാഹിനെ ചോദിച്ചതുപോലെയാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന് അനുയായികൾ ഇലാഹിനെ ചോദിച്ചതുപോലെയാണ് നിങ്ങൾ ചോദിച്ചത്. സത്യത്തിൽ അവർ അങ്ങനെ വിശ്വസിച്ചിട്ടേയില്ല. ഒരു ഇലാഹിനെ വേണമെന്ന് അവർ പറഞ്ഞിട്ടില്ല, ഒരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അവിശ്വാസികളുടെ പ്രവർത്തനങ്ങളോട് സാദൃശ്യപ്പെടുന്ന ഒരു കാര്യം അവർ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഗൗരവം അത് പാടില്ല എന്ന് പറയുകയുണ്ടായി. ഇനി കൃത്യമായി അനിൽ മുഹമ്മദും സമാനരായ ആളുകളും കേൾക്കുക. ഒരിക്കലും ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഒട്ടകത്തെ അറുക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ആ ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മുൻകാലങ്ങളിൽ ബഹുദൈവാരാധനാപരമായ വല്ലതും നടന്നിട്ടുണ്ടോ? അവിടെ വല്ല വിഗ്രഹങ്ങളും ആരാധിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അവിടെ വല്ല ഉത്സവവും നടന്നിരുന്നോ? ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ വല്ലതും നടന്നിരുന്നോ? അതും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് പോലുമല്ല ചോദിച്ചത്, പണ്ട് നടന്നിരുന്നോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ആ നേർച്ച നിറവേറ്റിക്കോ, ഇല്ല എങ്കിൽ പാപത്തിൽ നേർച്ച പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിഗ്രഹാരാധന നടന്ന ഒരു സ്ഥലത്ത്, മുമ്പ് നടന്നൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു ഉത്സവം നടന്ന സ്ഥലത്ത് വെച്ച് പോലും അള്ളാഹുവിന് നേർച്ചയാക്കുന്നത് ഉചിതമല്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരിക്കലും വിഗ്രഹങ്ങൾക്കുള്ള ആരാധന എന്നുള്ള നിലക്കല്ല നേർച്ച. ഹൃദയത്തിൽ വിശ്വാസമില്ല. അനിൽ മുഹമ്മദിൻ്റെ നിയമമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറയുക? ഹൃദയത്തിൽ വിശ്വാസം അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ലേ പറയുക? അങ്ങനെയല്ല പറഞ്ഞത്. കാരണം ബാഹ്യമായി അവരോട് സാദൃശ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് അപകടമാണ്, അത് പിന്നീടൊരു ഫിത്നയിലേക്ക് നയിക്കുമെന്നതുകൊണ്ട് ഇസ്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളെ ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അനിൽ മുഹമ്മദ് മനസ്സിലാക്കുക, പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകൾക്ക് ധരിക്കാൻ പാടില്ല ഇസ്ലാമിൽ. സ്ത്രീകളുടെ വസ്ത്രം പുരുഷന്മാർക്കും ധരിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഞാൻ സ്ത്രീയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ധരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഞാൻ പുരുഷനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ധരിക്കണമെന്നില്ല. മനസ്സിൽ അങ്ങനെയൊന്നുമില്ലെങ്കിലും ബാഹ്യമായ ആ അടയാളം സ്വീകരിക്കാൻ പാടില്ല. അത് പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പോലും ഹൃദയത്തിൽ വിശ്വാസമില്ലെങ്കിൽ പോലും ഈ ഒരു സാദൃശ്യപ്പെടൽ ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് നിഷിദ്ധമാണ്. ഇനി വിശ്വാസമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന ഈ വാദം പറഞ്ഞുകൊണ്ടാണ് സമസ്തക്കാരായ ആളുകൾ, അനിൽ മുഹമ്മദ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സമസ്തക്കാരായ ആളുകൾ അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, മഹാന്മാരോട്, മൊഹിദ്ദീൻ ഷെയ്ഖിനോട്, CM മടവൂരിനോടൊക്കെ പ്രാർത്ഥിക്കുന്നത് അവരുടെ വാദം എന്താണ്? ഇലാഹാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി എന്നാണ്. ഇലാഹ് അള്ള മാത്രമാണ്, എന്നാൽ ഇലാഹാണ്, ദൈവമാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ നമുക്കിതൊക്കെ ആവാമെന്നാണ് അവരുടെ വാദം. അപ്പോൾ അനിൽ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അത് സമ്മതിച്ചു കൊടുക്കുകയാണ്, അത് കുഴപ്പമില്ല, അത് തരക്കേടില്ല എന്ന്. അതാണോ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. അതേപോലെ തന്നെ അനിൽ മുഹമ്മദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ മാത്രമല്ല. താങ്കൾ എല്ലാ പണ്ഡിതന്മാരും, അഥവാ ഇരുത്തം വന്ന പണ്ഡിതന്മാരോട്, ഏതെങ്കിലും നിലക്ക് മതപ്രഭാഷണങ്ങൾ മാത്രം നടത്തുന്ന ആളുകളോടല്ല, മതത്തിൽ ആഴമേറി പഠിച്ച പണ്ഡിതന്മാർ, അത് ഏത് സംഘടനയിൽപ്പെട്ടവരാകട്ടെ, അനിൽ മുഹമ്മദ് താങ്കളൊന്ന് ചോദിച്ചു നോക്കുക, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലുള്ള വിശ്വാസം മാത്രമാണോ എന്ന്? അല്ല. മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഇഅ്തിഖാദ്, വിശ്വാസമാണ്. അതേപോലെ തന്നെ ഖൗല്, അത് വാക്കാണ്. അതേപോലെ തന്നെ അമൽ, അത് പ്രവൃത്തിയാണ്. ഇതെല്ലാം ഈമാനിൻ്റെ ഭാഗമായി വരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ മനസ്സിലാണ്, വിശ്വാസത്തിലാണ് വൈകല്യം വരുന്നതെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും.
എന്നാൽ ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ വാക്കിലും പ്രവൃത്തിയിലും മാത്രമേ വന്നിട്ടുള്ളൂവെങ്കിൽ അത് ചെറിയ ഷിർക്കിലേക്കുള്ള മാർഗം എന്നുള്ള നിലക്ക്, വസീലത്തു ഷിർക്ക് എന്നുള്ള നിലക്ക് അത് ഹറാമാവുകയും ചെയ്യും. അപ്പോൾ അത് നിഷിദ്ധമാണ്, അത് അനുവദിക്കപ്പെടുന്നില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിലും അത് അനുവദിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഷിർക്കിൽ ചെറുതുമുണ്ട് വലുതുമുണ്ട്. താങ്കൾ പഠിച്ചു നോക്കുക. കുഫറിൽ ചെറുതുമുണ്ട് വലുതുമുണ്ട്. നിഫാഖിൽ അഥവാ കാപട്യത്തിൽ ചെറുതുമുണ്ട് വലുതുമുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ കളവ് പറയുന്നു. കളവ് പറയൽ മുനാഫിക്കുകളുടെ അടയാളമാണ് എന്ന് കരുതി കളവ് പറഞ്ഞവരൊക്കെ മുസ്ലിമല്ല മുനാഫിക്കാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളുടെ മനസ്സിൽ കാപട്യമില്ല. പക്ഷേ അതിനോട് സാദൃശ്യപ്പെടുന്ന പ്രവൃത്തിയാണ് കളവ് പറയുക എന്നുള്ളത്. അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അനിൽ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ബഹുദൈവാരാധനയോടോ മറ്റോ സാദൃശ്യപ്പെടുന്ന കാര്യങ്ങൾ വന്നാൽ അത് ഇസ്ലാം നിഷിദ്ധമായിട്ടാണ് കരുതുന്നത്. ഇപ്പോൾ താങ്കളുടെ പ്രോഗ്രാമിൻ്റെ കമൻറ്റിലൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, മാഷാ അല്ലാ, ഈ വിഷയത്തിലെ ദീനിൻ്റെ ശരിയായ നിലപാട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്നൊക്കെ. കാരണം ആ സാധുക്കൾക്കറിയില്ല നിങ്ങളൊക്കെ പറയുന്നത് ദീനാണ് എന്നാണ് അവർ കരുതുന്നത്. താങ്കൾ തന്നെ പറഞ്ഞില്ലേ, ഇതെന്തിനാണ് ആളുകൾ എനിക്ക് അയച്ചു തരുന്നത്, എനിക്ക് മനസ്സിലായില്ല, ഞാനിതൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന്. അപ്പോൾ സൂക്ഷിക്കുക. മതപരമായ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഗൗരവമുള്ള പഠനങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ താങ്കൾ അഭിപ്രായം പറയാൻ പാടുള്ളൂ. പിന്നെ താങ്കൾ അതിനുശേഷം മതേതരത്വവുമായും ഇന്ത്യയിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും, നമ്മളിവിടെ ഭരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞല്ലോ. സത്യത്തിൽ മതേതരത്വത്തിൽ ഇത്തരം ചടങ്ങുകളൊക്കെ പൊതുവേദികളിൽ കൊണ്ടുവരാതിരിക്കുക എന്ന വിഷയത്തിനായിരുന്നു താങ്കൾ ഊന്നൽ കൊടുക്കേണ്ടിയിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ മതേതരത്വ ചർച്ച എന്ന് പറയുന്നത്. അതല്ലാതെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ, മതേതരത്വ രാജ്യമായ ഇന്ത്യയിൽ പൊതുവേദികളിലും പൊതുചടങ്ങുകളിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കാര്യം മാത്രം കൊണ്ടുവരിക എന്നുള്ളത് എങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുന്നത്? അതുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത്, മതപരമായ ചടങ്ങുകളെ പൊതുവേദികളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. കാരണം എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. എന്തിനാണൊരു അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്? ഇനി നേരെ തിരിച്ച് ചിന്തിച്ചു നോക്കൂ. അൽ ഫാത്തിഹ ഓതിക്കൊണ്ടോ, അത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പല ആളുകളും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങളുടെ ചടങ്ങ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രൂപത്തിലുള്ള, അതല്ലെങ്കിൽ ബിസ്മി ചൊല്ലിക്കൊണ്ടോ ഇസ്ലാമിൻ്റെതായ ഒരു ആരാധന നിർവഹിച്ചുകൊണ്ടോ ഈ രൂപത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ പുകിൽ? നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ ഇവിടെ ഹൈന്ദവ ചടങ്ങുകളെ അംഗീകരിച്ചു കൊടുക്കുന്നതിലൂടെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, അതല്ലാത്തതൊന്നും ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന ഒരു വാദം പറയുന്നതിനോട് അത് തുല്യമാകും. മതേതര രാജ്യത്ത് അതാണോ വേണ്ടത്? അപ്പോൾ ആ നിലക്കാണ് മതേതരത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ തങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് മതേതരത്വത്തിൻ്റെ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് വിരോധാഭാസമാണ് എന്നാണ് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നീട് അനിൽ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള വ്യക്തതക്കുറവ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പഠനക്കുറവിനെ അത് കാണിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാവാനും അദ്ദേഹത്തെ കേൾക്കുന്നവർക്ക് മനസ്സിലാകാനും വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ വോയിസുകൾ കേൾപ്പിച്ചുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. പണ്ടത്തെ കാലത്ത് പലതും നിഷിദ്ധമായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ പിൽക്കാലത്ത് തിരുത്തിയിട്ടുണ്ട്. ആ ഗണത്തിൽ വരുന്നതാണ് ഫോട്ടോഗ്രാഫ്. നോക്കൂ, അദ്ദേഹം ഈ വിഷയത്തെ സാദൃശ്യപ്പെടുത്തുന്നത് ഫോട്ടോഗ്രഫി, അതേപോലെ തന്നെ TV ഇതൊക്കെ ഒരു കാലത്ത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ അതിനെ ഹലാലാക്കി എന്നുള്ളതാണ്. അവിടെ അനിൽ മുഹമ്മദ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ TVയും ഫോട്ടോഗ്രഫിയും ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റായി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ല, സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലില്ല, മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലില്ല. ഏറ്റവും ലേറ്റസ്റ്റായി വന്ന ഒരു വിഷയത്തിലെ മതനിയമം പറയുന്നിടത്ത്, അത് പഠിക്കുന്നിടത്ത് പണ്ഡിതന്മാർ തെളിവുകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം. ഒരു സമയത്ത് തെറ്റെന്ന് തോന്നിയത് പിന്നീട് ശരിയെന്ന് തോന്നിയേക്കാം. എന്നാൽ അതുപോലെയല്ല ഈ വിഷയം. ബഹുദൈവാരാധകരോട് സാദൃശ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വിശ്വാസം അവിടെ ഒരു വിഷയമല്ല. മാത്രമല്ല, ഈ വിളക്ക് കത്തിക്കുക എന്നുള്ള കാര്യം, അത് ഖബറിടങ്ങളിലും വിഗ്രഹങ്ങളുടെ അടുക്കലും വിളക്ക് കത്തിക്കുക എന്നുള്ളത് പണ്ട് മുതൽക്കേ ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅന, പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. ആരെ? ലഅന സുവ്വാറാത്തിൽ ഖുബൂർ, ഇടക്കിടക്ക് ഖബറിടം സന്ദർശിക്കുന്ന സ്ത്രീകളെ, അതേപോലെ തന്നെ വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ, ഖബറിൻ്റെ മേലെ പള്ളിയെടുക്കുന്നവരെ, അതേപോലെ തന്നെ വസ്സുറുജ, അവിടെ വിളക്ക് കത്തിക്കുന്നവരെ. അപ്പോൾ ഖബറിടങ്ങളിൽ വിളക്ക് കത്തിക്കുക, വിഗ്രഹങ്ങളുടെ അടുക്കൽ വിളക്ക് കത്തിക്കുക എന്നുള്ളത് ഒരു ആരാധനയുടെ ഭാഗമാണ്. അങ്ങനെ സ്വീകരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി ഹദീസിൽ വന്ന കാര്യമാണ്.
അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തു. കാരണം റോമിലെ ചക്രവർത്തിമാരുടെ മുന്നിലൊക്കെ അവരങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അപ്പോൾ അവരെക്കാളൊക്കെ ബഹുമാനിക്കപ്പെടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. അപ്പോൾ ബഹുമാനം എന്നുള്ള നിലക്കാണ് ആ സുജൂദ് ചെയ്തത്. എന്നാൽ പിന്നെ ഹൃദയത്തിൽ വിശ്വാസമില്ലല്ലോ. കാരണം നബി അള്ളാഹുവാണ് എന്നോ ഭക്തിയാദരവോടുകൂടിയോ ഒന്നുമല്ല അദ്ദേഹം സുജൂദ് ചെയ്തിട്ടുള്ളത്. ഒരു ബഹുമാനം കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ ചെയ്യുന്നത്? എഴുന്നേൽക്ക്, അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. മനുഷ്യരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ ഭാര്യമാരോട് പറയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഹൃദയത്തിൽ വിശ്വാസമില്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വെച്ചിട്ടില്ല. അപ്പോൾ മതത്തിൽ കൃത്യമായ നിയമമുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഫോട്ടോഗ്രാഫി പോലെയോ ടി വി പോലെയോ പിൽക്കാലഘട്ടത്തിൽ വന്ന ഒരു വിഷയം, അത് അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കിയതിൽ പെട്ടതാണോ അല്ലേ എന്നുള്ള ചർച്ചകൾ, ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ അത് ഇതുമായി ബന്ധപ്പെടുത്തരുത്. അത് താങ്കൾ മനസ്സിലാക്കണം, വേർതിരിച്ച് മനസ്സിലാക്കണം. അതേപോലെ പിന്നീട് ലോകത്ത് വേറെ ആരും പറയാത്തൊരു ന്യായം കൂടി അദ്ദേഹം സംസാരത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. താങ്കളെപ്പോലെ ഈ നിലക്ക് താങ്കൾ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന കുറേ ആളുകളുണ്ട്. അത് അവർക്കൊക്കെ വലിയ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരെയൊക്കെ വളരെ വലിയ തെറ്റിലേക്ക് നയിക്കുന്ന വാദമാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്? പരിശോധിക്കാം. ബാങ്കിൽ ഷെയറുള്ള പലിശ സ്ഥാപനങ്ങൾ നടത്തുന്ന, അതടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നവരിൽ നിന്ന് പോലും തുക വാങ്ങുന്നില്ലേ? പലരും പിരിക്കുന്നില്ലേ? അനുഭവിക്കുന്നില്ലേ? ഉപയോഗിക്കുന്നില്ലേ? എന്തെല്ലാം തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെ, എങ്ങനെയെല്ലാം, ഞാനൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. പിന്നെ വിവാഹ ചടങ്ങുകൾ, അതിലൊക്കെ എന്ത് സൂക്ഷ്മതയും ദീനുമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഏത് പണ്ഡിതന്മാരാണ് അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്? അപ്പോൾ അവിടെയൊക്കെയുള്ള സംഗതികളുടെ ചില വ്യാഖ്യാനങ്ങളുടെ കോംപ്രമൈസുകളുണ്ടല്ലോ, അത് ഇതിലും ഏറ്റവും ഉചിതവും ആവശ്യവുമാണ് എന്ന നിലപാടുകാരനാണ് ഞാൻ. നോക്കൂ, അദ്ദേഹം പറയുന്ന ന്യായം, ബാങ്കുമായി പലരും ബന്ധപ്പെടുന്നുണ്ട്, പലിശയുമായി ബന്ധപ്പെടുന്നുണ്ട്, അതിലൊക്കെ പല മുസ്ലിമീങ്ങളുമുണ്ട്. അതേപോലെ തന്നെ പല നിഷിദ്ധങ്ങളും നടക്കുന്ന കല്യാണത്തിനൊക്കെ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ പോകുന്നുണ്ട്, ആരും പോവാതിരിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം വിഷയത്തിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ, അതേപോലെ ഇതിലും നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിക്കൂടെ എന്നാണ്. അനിൽ മുഹമ്മദ്, ഇതെന്ത് തിയറിയാണ്? ലോകത്തിലുള്ള മുഴുവൻ ആളുകളും തെറ്റുകൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ലോകത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ദീനിന് വിരുദ്ധമായത് ചെയ്യുന്നു എന്ന് കരുതുക. എന്ന് കരുതി നമുക്കത് തെറ്റ് ചെയ്യാനുള്ള ന്യായീകരണമാണോ? നമുക്ക് മറ്റ് ഹറാമുകൾ ചെയ്യാൻ ഇതിനെ ന്യായീകരിക്കാൻ പാടുണ്ടോ? ഹറാമായ സദസ്സുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. സൂക്ഷ്മത പുലർത്തുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്, അല്ലാത്തവരും ഉണ്ടാകാം. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും മുഴുവൻ പണ്ഡിതന്മാരും ഒരു ഹറാമ് ചെയ്താലും നമുക്കും അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള തിയറി ഒരിക്കലും ഇസ്ലാമിൻ്റെ തിയറിയല്ല. അതൊക്കെ താങ്കളുടെ മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. പക്ഷേ പലരും അതൊക്കെ വലിയ ദീനീ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് താങ്കളോടുള്ള ഗുണകാംക്ഷ കൊണ്ടും താങ്കളെ കേൾക്കുന്നവരോടുള്ള ഗുണകാംക്ഷ കൊണ്ടുമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ശശികല അവരെ അഭിനന്ദിച്ചു. അപ്പോൾ അതിലെന്തോ ഒരു കൊനിഷ്ടുണ്ടായിരിക്കാം. ശരിയാണത്. കാരണം ഒരു മുസ്ലിമായ വ്യക്തി തൻ്റെ വിശ്വാസത്തെ ബാധിക്കുമെന്ന് കരുതി ബഹുദൈവാരാധനാപരമായ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നാൽ അത് തീവ്രതയാണ്, അത് ഭീകരതയാണ്, ഇന്ത്യയിൽ അത് പാടില്ല എന്ന് പറയുന്ന ആളുകളാണിവർ. എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ആചാരങ്ങളോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് നിൽക്കാൻ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ തയ്യാറായാൽ മാത്രമേ അവർ യഥാർത്ഥ രാജ്യസ്നേഹികളാവുകയുള്ളൂ എന്ന ഒരു വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരം വാദങ്ങളെ അനുകൂലിക്കുന്ന രൂപത്തിലായിരിക്കരുത് നമ്മുടെ സമീപനങ്ങൾ. അതുകൊണ്ടാണ് അവർ അഭിനന്ദിച്ചിട്ടുള്ളത്. എന്നാൽ CH മുഹമ്മദ് കോയെ പോലെയുള്ള, കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള, ഈ അഹമ്മദ് സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ അവർ വളരെ വലിയ വിവാദങ്ങളുണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ വന്നപ്പോൾ അവർ വളരെ വലിയ വിവാദങ്ങളുണ്ടാക്കി, അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് നമ്മൾ തിരിച്ചറിയണം. മതേതരത്വത്തിൻ്റെ നിർവചനം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയത്തിലെ ദീനീപരമായ നിലപാടുകളെ കൃത്യമായി പഠിച്ചു പറയണമെന്ന് അനിൽ മുഹമ്മദിനോട് വിനീതമായി ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തെ കേട്ട ആളുകളും തെറ്റുകൾ തിരുത്തണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ശരിയായ നിലക്ക് മതം പഠിക്കുവാൻ മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.